ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് കൊണ്ട് നല്ലൊരു തോരൻ വെച്ചാലോ? ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തണുക്കാൻ മാറ്റി വയ്ക്കാം. ഒരു കുക്കർ എടുത്ത് ചെറുതായി അരിഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും ആഡ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി ഇത് യോജിപ്പിക്കുക. നന്നായി തിരുമ്മിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 7 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. ഞാനിവിടെ അടച്ചു വെച്ച് ഗ്യാസിലോട്ട് മാറ്റുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയെല്ലാം ചെറുതായി ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റുക. ഇതിവിടെ കിടക്കട്ടെ. നമുക്കിനി കൂട്ട് തയ്യാറാക്കാം. ഒരു ജാർ എടുത്ത് അതിലേക്ക് 1 ബൗൾ തേങ്ങ, വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്ത് വെച്ചിരുന്നത് അതും ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവിടെ ആഡ് ചെയ്ത് അത് നല്ലതുപോലെ തോരന് തല്ലിക്കൊണ്ട് വരാം. ഇവിടെ സവാള നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാലൻസ് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. ആ ടേസ്റ്റ് ഈ സവാളയിലൂടെ പിടിക്കേണ്ടതുണ്ട്. ഇട്ടതിന് ശേഷം നന്നായി വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുക്കർ തുറക്കുകയാണ്. തുറന്ന് ബീഫ് നന്നായി വെന്ത് കിടപ്പുണ്ട്. ഈ ബീഫ് സവാള വഴറ്റിയ ആ കൂട്ടിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കണം. ഈ വെള്ളം എല്ലാം വറ്റി വരണം. ജസ്റ്റ് ഒന്ന് കൂട്ടും സവാളയായിട്ടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം പൊത്തി വെച്ച് ഞാൻ ഇവിടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ വെന്ത് കിടക്കുകയാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് കൂട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കൂട്ട് ഇതിൽ കിടന്ന് വേകുമ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളവും കൂടെ വറ്റിക്കോളും. ഇവിടെ കൂട്ടും ആഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും പൊത്തി വെച്ച് അടച്ചു വയ്ക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കണ്ട. കൂട്ട് നന്നായി മീത കിടന്നതിന് വെന്ത് വരികയും ചെയ്യും, വെള്ളം വറ്റുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് പൊത്തിയതിന് ശേഷം ഞാൻ വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം നല്ലതുപോലെ വറ്റി ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു. ജസ്റ്റ് ആ സൈഡ് മാത്രം തന്നെ അടി പിടിച്ചിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് കൂട്ടും ബീഫും എല്ലാം കൂടെ ഒന്ന് വരട്ടി എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ബീഫ് തോരൻ ഇവിടെ തയ്യാറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ദയവായി ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.